മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓണം കാർഷിക മേളയ്ക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടെ തുടക്കമായി. നെടിയാണിക്കൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്ന കാർഷികോത്സവം കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ഉദ്ഘാടനം ചെയ്തു. പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം എം.എസ്. അരുൺകുമാർ എം.എൽ.എ. നിർവഹിച്ചു. നാടിന്റെ കാർഷിക പെരുമ വിളിച്ചോതി 5 ദിവസങ്ങളിലായാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓണം കാർഷികോത്സവത്തിന് നെടിയാണിക്കൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ തുടക്കമായത്. വർണ്ണാഭമായ ഘോഷയാത്ര കാർഷികോത്സവത്തിന് പകിട്ടേകി. താമരക്കുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചാവടി ജംഗ്ഷൻ വഴിയാണ് ഘോഷയാത്ര കാർഷികോത്സവ വേദിയിൽ സമാപിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആർഭാടങ്ങളും ഒക്കെ തന്നെ പരമാവധി ചുരുക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും തീരുമാനം. ആ തീരുമാനം നിലനിൽക്കുമ്പോൾ തന്നെ വർഷത്തിലൊരിക്കൽ വരുന്ന ഓണം, അത് മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം. ലോകത്തിലെവിടെ ഒരു മലയാളിയുണ്ടോ ആ മലയാളി എല്ലാം മറന്നുകൊണ്ട്, കക്ഷിയില്ല, ജാതിയില്ല, മതമില്ല, സമുദായമില്ല, വർഗമില്ല, എല്ലാവരും അവരുടെ സ്വന്തം ഉത്സവമായി കാണുന്ന ഓണം ഇത്തവണയും നമുക്ക് പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ആഘോഷം മതിയാവൂ എന്നതിന് സംശയമില്ല. നാട്ടിലേക്കിറങ്ങി വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിനാശം കർഷകന് ഇരട്ടടിയാവുന്നതായി അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. സ്റ്റാളുകളുടെ ഉദ്ഘാടനവും JLG ഗ്രൂപ്പുകൾക്കുള്ള വായ്പാ വിതരണവും നിർവഹിച്ചു. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിൽ താമരക്കുളത്തെ ഈ കാർഷികോത്സവം മാറുന്നു. മുരളീധരൻ തഴക്കര മുഖ്യാതിഥിയായിരുന്നു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി, ശാന്തി സുഭാഷ്, സിനു ഖാൻ, ഷൈജ അശോകൻ, PB ഹരികുമാർ, R ദീപ, ദീപ ജ്യോതിഷ്, G മധു, S ദിവ്യശ്രീ, P രഘു, B പ്രസന്നൻ, പ്രഭകുമാർ മുകളയ്യത്ത്, ബഷീർ കുന്നുവിള, S ജമാൽ, സുരേഷ് കോട്ടവിള, T മന്മഥൻ, VM മുസ്തഫ റാവുത്തർ, D സതി, മഹീഷ് മലരിമേൽ, K ജയകുമാർ, V ശിവൻപിള്ള എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ കാർഷിക പ്രദർശനവും സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും കലാപരിപാടികളും നടക്കും. 25ഓളം സ്റ്റാളുകളിലായാണ് കാർഷിക പ്രദർശനവും വിപണനവും നടക്കുന്നത്. 13-ന് കാർഷികോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.